തലശ്ശേരി മാഹി പ്രദേശത്തെ ഗുണ്ടാ സ്ത്രീയായ റസീന വീണ്ടും പോലീസ് പിടിയിലായി ജയിലിൽ. മുൻപ് തലശ്ശേരി ഇല്ലിക്കുന്ന് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയിരുന്നു. അന്നും പോലീസ് കേസെടുത്തിരുന്നു. മദ്യപിച്ച് ആടിയെത്തി മുത്തപ്പൻ ദൈവത്തെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ച റസീനയാണ് നാട്ടുകാർ പിടികൂടിയത്. അന്ന് ക്ഷേത്രത്തിൽ കയറി ബഹളം വെക്കുകയും ഒടുവിൽ മുത്തപ്പനെ ചീത്ത വിളിക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ കയറി ഗുണ്ടായസം കാണിച്ചതിനാണ് റസീന വീണ്ടും അറസ്റ്റിലും ജയിലിലും ആയിരിക്കുന്നത്. അതും സ്വന്തം വീട് തല്ലിപ്പൊളിച്ച് മാതാവിനെയും സഹോദരിയുടെ മകളെയും ആക്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാണ്. കഴിഞ്ഞ 17-ാം തീയതി പുലർച്ചെ സഹോദരി റഫീനയും ഉമ്മയും താമസിക്കുന്ന വീട്ടിലെത്തിയ റസീന ഉമ്മയോട് പണം ആവശ്യപ്പെട്ടു. പണം നൽകാത്ത വിരോധത്തിൽ ഉമ്മയെയും സഹോദരിയുടെ 15 വയസ്സുള്ള മകളെയും ആക്രമിച്ചു. കൂടാതെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും ജനഗ്ലാസും തല്ലിത്തകർത്താണ് റസീന മടങ്ങിയത്. ഇത് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാണ്. തുടർന്ന് സഹോദരിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് റസീനയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പോലീസിനും നാട്ടുകാർക്കും സ്ഥിരം തലവേദനയായ റസീന കുറച്ചുകാലമായി പുറത്തുണ്ടായിരുന്നില്ല. മാഹിയിൽ നാട്ടുകാരെ കൈകാര്യം ചെയ്ത റസീന ജാമ്യത്തിലിറങ്ങി ക്ഷേത്രത്തിലെത്തി തെറിവിളിച്ചു. കൂടാതെ തലശ്ശേരിയിലെ ആശുപത്രിയിലെത്തി ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് തലശ്ശേരി കീഴന്തിമുക്കിൽ നാട്ടുകാരെ വെല്ലുവിളിച്ച് എല്ലാവരെയും തല്ലി നടന്നപ്പോൾ അന്നത്തെ തലശ്ശേരി SI VV ദീപ്തിയാണ് റസീനയെ ഒതുക്കിയത്. പോലീസിലെ പെൺപുലി എന്നറിയപ്പെടുന്ന ദീപ്തിയുടെ കൈച്ചൂടറിഞ്ഞ റസീന ഇതുവരെ പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നു എങ്കിലും ഇപ്പോൾ സ്വന്തം ബന്ധുവീട്ടിൽ കയറി ആക്രമണം നടത്തുകയായിരുന്നു. തലശ്ശേരിയിൽ മുൻപ് നാട്ടുകാരെയും പോലീസിനെയും ആക്രമിച്ച സംഭവത്തിലും റസീനയെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്നും മദ്യപിച്ച് റോഡിൽ ബഹളമുണ്ടാക്കുകയായിരുന്നു. 2023 ഡിസംബറിൽ തലശ്ശേരിയിൽ യൂണിഫോമിൽ നിന്ന പോലീസുകാർക്കും പ്രിൻസിപ്പൽ SI കൂടിയായ വനിതാ പോലീസ് ദീപ്തിക്കും എല്ലാം അടിയും ഉയർന്നു പൊങ്ങിയുള്ള റസീനയുടെ ചവിട്ടും കിട്ടിയിരുന്നു. പോലീസുകാരെ എടുത്തിട്ട് അടിച്ചതോടെ റസീനയെ അന്ന് ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തി ജയിലിൽ ഇടുകയായിരുന്നു. മദ്യപിച്ച് നാട്ടുകാരെ തല്ലിയിട്ടുമുണ്ട് ഇവർ. മുൻപ് വായുവിൽ ഉയർന്നു പൊങ്ങി കരാട്ടെ സ്റ്റൈലിലാണ് റസീനയുടെ ചവിട്ട്. ഒടുവിൽ പോലീസും നാട്ടുകാരും കൂടി റസീന എന്ന ലേഡി റൌഡിയെ നിലത്തി വീഴ്ത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു. സ്ത്രീ ആയതിനാൽ തിരിച്ചാക്രമിക്കാൻ നാട്ടുകാർക്കും ഭയമാണ്. തട്ടമിട്ടാണ് റസീനയുടെ മദ്യപാനവും ബാറിൽ കയറ്റവും ആക്രമണവും എല്ലാം എന്നതും എടുത്തു പറയേണ്ടതാണ്. പന്തക്കൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ റസീനയ്ക്കെതിരെ കേസുകളുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികളെ ഇടിച്ചു തെറിപ്പിച്ചതിനാണ് പന്തക്കൽ പോലീസ് കേസെടുത്തത്. അന്ന് പോലീസുകാർക്കും മർദ്ദനമേറ്റിരുന്നു. റസീന തലശ്ശേരി വടക്കുംപാട് മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇപ്പോൾ പിണറായിയിൽ ഒരു വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. മദ്യപിച്ച ആളുകളെയും മറ്റു വാഹനങ്ങളെയും വണ്ടിയിടിപ്പിക്കലും ഇവർ മുൻപ് നടത്തിയിട്ടുണ്ട്. വടക്കുംപാട് റസീന മറ്റൊരു വാഹനത്തിൽ തന്റെ കാർ കൊണ്ടുവന്ന് ഇടിപ്പിച്ച് ചോദ്യം ചെയ്തവരെ പൊതിരെ തല്ലിയിരുന്നു. മുൻപ് മാഹിയിൽ നിന്ന് വെള്ളമടിച്ച് റസീല അവിടെയും കാർ അപകടം ഉണ്ടാക്കി. ചോദ്യം ചെയ്യാൻ വന്ന നാട്ടുകാരെ റസീല അന്നും മർദ്ദിച്ചിരുന്നു. നാട്ടുകാർക്കും പോലീസിനും തലവേദനയായ റസീന ഇപ്പോൾ സ്വന്തം വീട്ടുകാർക്കും ബന്ധുക്കൾക്കും കൂടി തലവേദന ആവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.